നമസ്കാരം. പാതിരാത്രിയിൽ ഹോട്ടൽ മുറിയിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊക്കിയ പോലീസിന് ഇപ്പോൾ വിനയാകുന്നത് അതിജീവിതയുടെ അസാന്നിധ്യമാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിനെ കുടുക്കി ജയിലിൽ അടച്ചുവെങ്കിലും കേസ് കോടതിയിലെത്തുമ്പോൾ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് അന്വേഷണ സംഘം. പരാതി നൽകിയ അതിജീവിത കാനഡയിലാണ് എന്നതും അറസ്റ്റ് കഴിഞ്ഞിട്ടും അവർ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാകാത്തതുമാണ് പോലീസിനെ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം ഇപ്പോൾ പോലീസിന് തലവേദനയാവുകയാണ്. അതിജീവിത കാനഡയിൽ ഇരുന്നു കൊണ്ട് നൽകിയ ഇമെയിൽ പരാതിയുടെയും ഫോൺ മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് മൊഴി രേഖപ്പെടുത്തി അതിൽ അതിജീവിത നേരിട്ട് ഒപ്പുവെക്കേണ്ടതായുണ്ട്. അറസ്റ്റ് നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരാതിക്കാരി വരാത്തതിനാൽ മൊഴിയിൽ ഒപ്പുവെക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് കോടതിയിൽ രാഹുലിന് അനുകൂലമാകുമെന്നും ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള അറസ്റ്റ് എന്ന ആരോപണം ഉയരുമെന്നും പോലീസ് ഭയക്കുന്നു. സാധാരണഗതിയിൽ നേരിട്ടെത്തി മൊഴി നൽകേണ്ട സാഹചര്യത്തിൽ അതിജീവിത വിദേശത്താണ് എന്നത് വലിയ തിരിച്ചടിയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്താനും രേഖകളിൽ ഒപ്പുവെപ്പിക്കാനും അനുമതി തേടുകയാണ് പോലീസ് ഹൈക്കോടതിയിൽ. ഇതിനായി പോലീസ് ഹൈക്കോടതിയെ സമീപിക്കും. ഇന്ത്യൻ എംബസി വഴിയോ വീഡിയോ കോൺഫറൻസ് വഴിയോ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് SP ജി പൂങ്കഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇതിന് ഹൈക്കോടതി അനുമതി നൽകിയില്ല എങ്കിൽ രാഹുലിന് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കും. മറ്റ് 2 കേസുകളിൽ രാഹുലിന് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല സംരക്ഷണം ഉണ്ടായിരുന്നു. ഇത് മറികടക്കാനാണ് മൂന്നാമതൊരു പരാതിയിൽ പോലീസ് ധൃതി പിടിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പരാതിക്കാരി നാട്ടിലില്ലാത്ത സാഹചര്യത്തിൽ നടന്ന അറസ്റ്റ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് രാഹുലിന്റെ അഭിഭാഷകർ വാദിക്കുന്നത്. അറസ്റ്റിന് കാണിച്ച വേഗത അതിജീവിതയുടെ ഒപ്പ് വാങ്ങുന്നതിലോ നടപടിക്രമം പാലിക്കുന്നതിലോ കാണിക്കാത്തതാണ് പോലീസിനെ കുരുക്കുന്നത്. രാഹുലിനെതിരെ നേരത്തെ 2 കേസുകൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ 2 കേസുകളിലും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നൽകി. ഈ പ്രതിസന്ധി മറികടക്കാൻ പോലീസ് കണ്ടെത്തിയ വഴിയാണ് കാനഡയിലുള്ള യുവതിയുടെ ഇമെയിൽ പരാതി എന്ന വാദവും ഉയർന്നു. പരാതിക്കാരിയായ യുവതി വർഷങ്ങളായി കാനഡയിലാണ്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവർ നാട്ടിലെത്തുമെന്ന് കരുതിയിരുന്നുവെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ മടങ്ങി വരാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചതായിട്ടാണ് വിവരം. പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിയമപ്രകാരം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിൽ നേരിട്ട് ഒപ്പുവെക്കണം. ഡിജിറ്റൽ ഒപ്പുകൾ പലപ്പോഴും ഇത്തരം ക്രിമിനൽ കേസുകളിൽ വിചാരണ വേളയിൽ വെല്ലുവിളിക്കപ്പെടാം. മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് ഹാജരായി നൽകുന്ന രഹസ്യമൊഴി കേസിൽ അതീവ പ്രധാനമാണ്. പരാതിക്കാരി വിദേശത്തായതിനാൽ ഇത് അസാധ്യമായി തുടരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പരാതിക്കാരിയുടെ വിശദമായ മൊഴി നേരിട്ട് രേഖപ്പെടുത്തേണ്ടതായിരുന്നു. ഇക്കാര്യം നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഫോൺ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നടന്ന അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദത്തിന് ഇത് ബലം നൽകുന്നു. ഇതിനിടെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. കേവലം 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച ഈ പരിശോധനയുടെ ലക്ഷ്യം വീട്ടിലിരിക്കുന്ന രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും മാനസികമായി തളർത്തുക എന്നത് തന്നെയാണ്. അമ്മയെ ഒന്നുകൂടി കരയിപ്പിക്കാൻ മാത്രമായിരുന്നു പത്തനംതിട്ടയിൽ നിന്നുമുള്ള ഡിവൈഎസ്പിയും സംഘവും അവിടെ എത്തിയത്. രാഹുലിന്റെ മുറിയിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന ഭാവത്തിലാണ് പോലീസ് അകത്ത് കയറിയത്. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ വീട്ടിലെ ഒരു കോണിലും രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. വീട്ടുകാരോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ മുറിയിലെ അലമാരകളും മറ്റും വലിച്ചുവാരി പരിശോധിച്ച ശേഷം 10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സംഘം മടങ്ങി. ഒന്നും കണ്ടെത്താനായില്ല എന്ന് പിന്നീട് അവർക്ക് സമ്മതിക്കേണ്ടിയും വന്നു. തെളിവ് കിട്ടാൻ വേണ്ടിയാണോ അതോ കുടുംബത്തെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണോ ഈ അസമയത്തുള്ള സന്ദർശനം എന്നതാണ് നാട്ടുകാരുടെ ചോദ്യം. രാഹുലിന്റെ ഫോണിൽ നിരപരാധിത്വം തെളിയിക്കാൻ അനിവാര്യമായ പലതുമുണ്ട്. ഇത് നശിപ്പിക്കാനുള്ള നീക്കമാണ് പോലീസ് പരിശോധന എന്നും വാദമുയർന്നു. വീട്ടിലെ പരിശോധനയ്ക്ക് മുന്നോടിയായി അതീവ രഹസ്യമായി രാഹുലിനെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പുലർച്ചെ 5:40 ആരും കാണാതെ AR ക്യാമ്പിൽ നിന്നും പുറപ്പെട്ട പോലീസ് സംഘം 6:30 തിരുവല്ലയിലെ ഹോട്ടലിലെത്തി. പീഡനം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന 408 നമ്പർ മുറിയിലായിരുന്നു ഈ മിന്നൽ തെളിവെടുപ്പ്. കേവലം 15 മിനിറ്റ് മാത്രം നീണ്ട ഈ പരിശോധനയ്ക്ക് ശേഷമാണ് രാഹുലിനെ തിരികെ കൊണ്ടുപോയതും പിന്നാലെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയതും. രാഹുലിനെതിരെയുള്ള കുരുക്ക് മുറുക്കാൻ പോലീസ് പരമാവധി നോക്കുന്നുണ്ട് എങ്കിലും വീട്ടിൽ നടന്ന പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല എന്നത് പോലീസിന് വലിയ നാണക്കേടായി.
വടകരയിലെ ചില വീടുകളിൽ കൂടി പോലീസ് റെയ്ഡ് ആലോചനയിലുണ്ട്.